ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു നൈസ് കിച്ചൻ. ഇപ്പോൾ എല്ലായിടവും ചാമ്പയ്ക്കൊക്കെ ഒരുപാടുള്ള ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ചാമ്പയ്ക്ക ഉണ്ടെങ്കിൽ നല്ല ചൂട് സമയവുമാണ്. ആ ഒരു ചാമ്പയ്ക്ക വെച്ച് നല്ല അടിപൊളി ഒരു ജ്യൂസ് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചാമ്പയ്ക്ക ജ്യൂസ് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾ ഫേസ്ബുക്ക് പേജ് വഴിയാണ് കാണുന്നതെങ്കിൽ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനിവിടെ ചാമ്പയ്ക്ക നന്നായിട്ട് കഴുകി കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം വൃത്തിയാക്കിയെടുത്ത ചാമ്പയ്ക്കയുടെ അളവെന്ന് പറയുന്നത് 500 ഗ്രാമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നികക്കെ കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് സ്റ്റൗവിലോട്ട് വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്മിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. സിമ്മിൽ വെച്ച് ഒരു 10 മിനിറ്റും കൂടി വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒരു 2 മണിക്കൂർ ഒന്നും കൂടി ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ചാമ്പയ്ക്ക ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഓരോ ചാമ്പയ്ക്കയുടെ പുളിയും മധുരവും ഒക്കെ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് അളവിൽ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് അരിച്ചൊഴിക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചാമ്പയ്ക്ക ജ്യൂസ് തയ്യാറാക്കുവാണെങ്കിൽ നമുക്കിത് കൂടുതൽ ചാമ്പയ്ക്കയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് വെക്കുവാണെങ്കിൽ ഫ്രിഡ്ജിൽ നമുക്ക് 3-4 ദിവസമൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആവശ്യത്തിന് നമുക്കെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം ജാറ് കഴുകിയെടുത്ത് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് വേണം നമ്മൾ അരിച്ചെടുക്കാൻ. അപ്പോഴേ ഉള്ളൂ ആ കംപ്ലീറ്റ് ചാമ്പങ്ങയുടെ നീര് നമുക്ക് കിട്ടുകയുള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു ചൂട് സമയത്തൊക്കെ ചാമ്പയ്ക്കൊക്കെ ഇപ്പം എല്ലായിടവും തന്നെ ഒരുപാടുള്ള ഒരു സമയമാണ്. അപ്പോൾ ചാമ്പയ്ക്ക വെറുതെ കളയാതെ ഇങ്ങനെ റെഡിയാക്കി വെക്കുവാണെങ്കിൽ കുടിക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു ഡ്രിങ്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇനി ഇത് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. കശകശ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.